ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 10ലെ ക്ഷിതിജ് പാഠ്യപുസ്തകത്തിലെ കന്യാദാൻ എന്ന കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. आपके विचार से माँ ने ऐसा क्यों कहा कि लड़की होना पर लड़की जैसी मत दिखाई देना? അപ്പോൾ ഈ കവിതയിൽ അമ്മ ആ കുട്ടിയോട് പറയുന്നുണ്ട്, അല്ല ലടുക്കി ഹോന പർ ലടുക്കി ജസി മത് ദിഖായി ദേന. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ആ അമ്മ പറഞ്ഞു കാണുക എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. माने ऐसा इसलिए कहा कि क्योंकि वह लड़कियों पर हो रहे शोषण से उसे बचाना चाहती है. അപ്പോൾ അമ്മ അങ്ങനെ പറയാൻ കാരണം സ്വന്തം കുട്ടിയെ എന്താണ് ചൂഷണത്തിന് ആവാതിരിക്കാനാണ് അല്ലേ. കോമലത ഓർ ശാലീനത ലടുക്കിയോക്കെ ഗുൺ ഹോത്തെ ഹെ. എന്താണ് കോമലത അല്ലെ, മൃദുത്വവും പിന്നെ എന്താണ് ശാലീനത, അതായത് മാന്യത അല്ലേ, അതൊക്കെയാണ് പെൺകുട്ടികളുടെ ഗുണങ്ങൾ. പക്ഷെ അത് എപ്പോഴും ജീവിതത്തിൽ ജീവിതത്തിൽ എപ്പോഴും ആ കുട്ടി തൻ്റെ കൂടെ കൊണ്ടുപോകണം, അതായത് തൻ്റെ കൂടെ ആ കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ ഒരു പാർട്ടായിട്ട് ഉണ്ടാവണം എപ്പോഴും. परंतु साथ ही यह भी कहती हैं कि इतना कमज़ोर मत बनना. എന്നിട്ട് ഇതും പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, വീക്കാവരുത് അല്ലേ. ആ മൃദുത്വവും മാന്യതയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം, പക്ഷേ ഒരിക്കലും വീക്കാവരുത്. ഒരു പെൺകുട്ടി എപ്പോഴും വീക്കാവരുത്. കംസോർ നഹി ഹോനാ ഹെ. കാരണം വീക്കായ ആളുകൾക്കാണ് കൂടുതൽ ആളുകളാണ് കൂടുതൽ പീഡിപ്പിക്കപ്പെടുക. അപ്പോൾ അത്യാചാർ സഹൻ കറോ ചൂങ്കി കംസോർ ലടുക്കിയോं का शोषण किया जाता है. അപ്പോൾ വീക്കായ പെൺകുട്ടികളാണ് എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ കറേജ് അല്ലേ, ആ സ്ട്രെങ്ത്ത്, മനസ്സിലെ ആ സ്ട്രെങ്ത്ത് ഒരിക്കലും വിട്ടുകളയരുത്. എപ്പോഴും കോമളതയും ശാലീനതയും എല്ലാം ജീവിതത്തിൽ ഉണ്ടാവണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരിക്കലും സ്വയം വീക്കായിട്ട് ഒരിക്കലും കാണിക്കരുത് എന്നാണ് അമ്മ ഇവിടെ പറയുന്നത്. आग रोटियां सेकने के लिए है, जलने के लिए नहीं. इन पंक्तियों में समाज में स्त्री की किस स्थिति की ओर संकेत किया गया है? അപ്പോൾ ഈ വരികളല്ലേ, ആഗ് റോട്ടിയാം സേക്കനെ കെ ലിയെ ഹേ ജലനെ കെ ലിയെ നഹി എന്ന ഈ വരികൾ എന്താണ് ഇതിൽ സമാജ്മേ, അതായത് സമൂഹത്തിലെ സ്ത്രീകളുടെ ഏത് സ്ഥിതിയെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻ पंक्तियों में समाज द्वारा नारियों पर किए गए अत्याचारों की ओर संकेत किया गया है. അപ്പോൾ ഈ വരികളിൽ സമൂഹം സ്ത്രീകളിൽ ഏൽപ്പിക്കുന്ന അത്യാചാരം, അതായത് ചെയ്യുന്ന ചൂഷണങ്ങൾ അല്ലേ, അതായത് അവരെ പീഡിപ്പിക്കുന്നത്, അതിനെപ്പറ്റിയാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. നാരിയോം പർ കിയെ ഗയെ അത്യാചാരവും കി ഓർ, അതായത് സ്ത്രീകളിൽ ചെയ്യപ്പെടുന്ന ചൂഷണങ്ങൾ, അതായത് പീഡിപ്പിക്കൽ അല്ലേ, അതിനെ പറ്റിയാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സസുറാൽ മേ ഘർ ഗൃഹസ്ഥി കി കാം സംഭാൽത്തി ഹെ. ഹസ്ബൻഡ് വീട്ടിലെങ്ങനെയാണ് എല്ലാ വീട്ടിലെ ജോലികളെല്ലാം നോക്കുന്നത് ആ സ്ത്രീ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് പോലും സബ്കെ ലിയെ റോട്ടിയാം പക്കാത്തി ഹെ, എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു. ഫിർ ഭി ഉസെ അത്യാചാർ സഹനാ പഡ്താ ഹെ, എന്നിട്ടും എല്ലാ രീതിയിലുള്ള പീഡനങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ. ഉസി അഗ്നിമേ ഉസേ ജലാ ദിയാ ജാത്താ ഹെ, അതേ തീയിൽ ആ സ്ത്രീ കത്തിക്കപ്പെടുന്നു. നാരിക ജീവൻ കഷ്ടവും സെ ഭരാ ഹോത്താ ഹെ, സ്ത്രീകളുടെ ജീവിതം കഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. पाठिका थी वह धुंधले प्रकाश की, कुछ तुकोम कुछ लयबद्ध पंक्तियों की. इन पंक्तियों को पढ़कर लड़की की जो छवि आपके सामने उभर कर आ रही है उसे शब्दबद्ध कीजिए. അപ്പോൾ പാഠിക थी वह धुंधले प्रकाश की कुछ तुकोम कुछ लयबद्ध पंक्तियों की വരികളിൽ വരികൾ വായിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള ഛവി അല്ല, ആ പെൺകുട്ടിയുടെ ഒരു രൂപം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അതിനെപ്പറ്റി വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലഡ്കി बहुत भोली भाली है, ആ പെൺകുട്ടി പാവമായിരിക്കാം അല്ലേ. മാതാപിതാ के साथ रहकर उसने कभी दुखों का सामना नहीं किया है. അപ്പോൾ അമ്മയച്ഛൻ്റെയൊക്കെ കൂടെ ജീവിച്ചിട്ട് ആ കുട്ടി ഒരിക്കലും ദുഃഖം എന്താണെന്ന് പോലും അറിഞ്ഞു കാണില്ല. സമാജ് മേ ഹോത്തെ ഘടനാओं से वह अनजान है. ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ ആ കുട്ടിക്ക് അറിവില്ല. उसे लगता है कि उसका आने वाला जीवन भी सुखद सपना ही होगा. ആ കുട്ടിക്ക് തോന്നുകയാണ്, കാരണം ആ കുട്ടി സ്വപ്നം കാണുകയാണ്, ഇനി മുമ്പിൽ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല എല്ലാ സുഖ
സൗകര്യങ്ങളും കൂടെയുള്ള ജീവിതമായിരിക്കും എന്നാണ് ആ കുട്ടി വിചാരിക്കുന്നത്, സ്വപ്നം കാണുന്നത്. ആനെ വാലെ ബാധാവും കാ ഉസേ ജ്ഞാൻ നഹീ ഹെ. വരാൻ പോകുന്ന ബാധകൾ, അതായത് വരാൻ പോകുന്ന എന്താണ് വിഘ്നങ്ങളെപ്പറ്റി ഒന്നും ആ കുട്ടി അറിയുന്നില്ല. അതിനെപ്പറ്റിയുള്ള ഒരു അറിവും ആ കുട്ടിക്ക് ഇല്ല. माँ को अपनी बेटी अंतिम पूंजी क्यों लग रही थी? എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് സ്വന്തം മകൾ അന്തിം പൂഞ്ചി, അതായത് അവസാനത്തെ ബാക്കി വന്ന സ്വത്ത് അല്ലേ ആണെന്ന് എന്തുകൊണ്ടാണ് തോന്നിയത്? മാ അപ്നി ബേട്ടിക്കോ സബ്സെ നിക്കട്ട് ഹോത്തി, അതായത് ഏറ്റവും അടുത്ത അല്ല അമ്മയുടെ ഏറ്റവും അടുത്തായിരിക്കും തൻ്റെ മകൾ. വഹ അപ്നെ സാരെ സുഖ് ദുഃഖ് അപ്നി ബേട്ടിക്ക് സാത്ത് ബാട്ട്തി ഹെ. തൻ്റെ എല്ലാ സുഖവും ദുഃഖങ്ങളും എല്ലാം മകളുമായിട്ടാണ് ഷെയർ ചെയ്യാറ്. വഹ ഉസെ ഏക് പൂഞ്ചി കി തരഹ പാൽത്തി ഹെ ഓർ സംസ്കാർ ദേത്തി ഹെ. ഒരു സ്വത്തിനെ പോലെ അല്ലേ വളർത്തി വലുതാക്കുന്നതാണ്. അത്ര നല്ലവണ്ണം നോക്കി ലാളിച്ച് വളർത്തി വലുതാക്കിയ മകളാണ്. എല്ലാ രീതിയിലുള്ള സംസ്കാരം, അതായത് എല്ലാ രീതിയിലുള്ള കൾച്ചർ അല്ലേ ആ കുട്ടിയിൽ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അമ്മ ആ കുട്ടിയെ വളർത്തി വലുതാക്കുന്നത്. മാക്കാ ലഗാവ് ബേട്ടിക്ക് സാത്ത് ബഹുത് ബഡ് ജാത്താ ഹെ. അപ്പോൾ അമ്മയ്ക്ക് ആ കുട്ടിയോട് അടുപ്പം കൂടിക്കൂടി വരും അല്ലേ, വളർത്തി വലുതാക്കുമ്പോഴേക്കും കൂടി വരും. इसलिए उसे विदा करते समय उसे ऐसा लगता है मानो उसका सब कुछ जा रहा हो. അങ്ങനെ ആ കുട്ടിയെ വിത എന്ന് പറഞ്ഞാൽ വിട നൽകുക അല്ലേ. കല്യാണം കഴിച്ച് എന്താണ് മറ്റുള്ള ഹസ്ബൻഡ് വീട്ടിൽ പോകുമ്പോൾ ആ അമ്മയ്ക്ക് എന്തോ എല്ലാം നഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു അനുഭവമായിരിക്കാം മനസ്സിൽ. ഉസെ അപ്നി ബേട്ടി ഇത്നി അന്തിം പൂഞ്ചി കെ സമാൻ ലഗ്തി ഹെ. അപ്പോൾ അവസാനത്തെ സ്വത്താണ് തൻ്റേത് എന്ന രീതിയിലാണ് ആ അമ്മയ്ക്ക് തോന്നുക ആ മകള് തന്നെ വിട്ടിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുമ്പോൾ. അതാണിവിടെ അന്തിം പൂഞ്ചി എന്ന് കുട്ടിയെ പറയാൻ കാരണം. മാനെ ബേട്ടിക്കോ ക്യാ ക്യാ സീഖ് ദിയ. അമ്മ എന്തൊക്കെയാണ് ആ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത് വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ? മാനെ അപ്നി ബേട്ടിക്കോ വിദാ കർത്തെ സമയം നിമ്നലിഖിത് സീഖ് ദിയ. അമ്മ ആ കുട്ടിയെ വിട പറയുമ്പോൾ അല്ല കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? മാനെ ബേട്ടിക്കോ അപ്നി സുന്ദരത പർ ഗർവ് ന കർനെ കി ഓർ പ്രശംസ പർ ന റീജ്നെ കി സീഖ് ദിയ. അമ്മ സ്വന്തം സൗന്ദര്യത്തിൽ അഭിമാനിക്കരുത് എന്നും പിന്നെ എന്താണ് പ്രശംസ പർ ന റീജന, അതായത് ആരെങ്കിലും പുകഴ്ത്തുകയാണെങ്കിൽ അതിൽ വീണു പോകരുത്, അതായത് അതിൽ മുഴുകി ജീവിക്കരുത്. खुद को भोली और कमज़ोर मत दिखाना, नहीं तो लोग नाजायज़ फ़ायदा उठाएंगे. സ്വയം പാവമാണെന്നും പിന്നെ വീക്കാണെന്നും ഒന്നും മറ്റുള്ളവരെ അറിയരുത് അല്ലേ, മറ്റുള്ളവരെ കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെന്താണ് ലാഭമെടുക്കും അല്ലേ. വസ്ത്ര और ആഭൂഷണോं के ആകർഷण से दूर रहना. വസ്ത്രവും ആഭരണങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുക, അതായത് അതിൽ ആകർഷിക്കപ്പെടരുത്. अत्याचारों के विरुद्ध आवाज़ उठाना और उनसे दुखी होकर आत्महत्या मत करना. അത്യാചാരവും കെ വിരുദ്ധ അല്ലേ, ആ പീഡിപ്പിക്കലിലും ചൂഷണങ്ങളിൽ നിന്നൊക്കെ എല്ലാത്തിനും എഗൻസ്റ്റായിട്ട് എപ്പോഴും എന്താണ് ആവാസ് ഉട്ടാന, എപ്പോഴും നിൽക്കണം അല്ലേ, അതിനെതിരായിട്ട് നിൽക്കണം. പിന്നെ ഉൻസെ ദുഃഖി ഹോക്കർ ആത്മഹത്യ മത് കർണ, അതിൽ നിന്നും ഫെയിലായിട്ട് എന്താണ് ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് അല്ലേ. അതിൽ തോറ്റു എന്ന് ആ മനസ്സിൽ എന്താണ് അവരുടെ എന്താണ് തോറ്റു കൊടുക്കരുത്, ഒരിക്കലും അത്യാചാരം സഹിക്കരുത് എന്നാണ് ഇവിടെ അമ്മ പറയുന്നത്. आपकी दृष्टि में कन्या के साथ दान की बात करना कहाँ तक उचित है? നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും എന്താണ് ദാൻ കി ബാത് കർണ കന്യാക്കെ സാത്ത്, ആ കന്യാദാനത്തെ പറ്റിയുള്ള അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര വരെ ശരിയുണ്ട്? കന്യാക്കെ ലിയെ ദാൻ ശബ്ദ കാ പ്രयोग അനുചിത് और അപമാൻജനക് ഹെ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വേർഡ് അല്ലേ കന്യാദാൻ, കന്യാക്കോ ദാൻ കർണ, ആ വേർഡ് ആ ശബ്ദം അത് അനുചിതാണ്, അതായത് ഉചിതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപമാൻജനക്, അപമാനിക്കുന്നത് പോലെയാണ്. ദാൻ വസ്തുവും കാ ഹോത്താ ഹെ, വസ്തുക്കളെ അല്ലേ ദാനം ചെയ്യാറ്, വ്യക്തിയോं का नहीं, വ്യക്തികളെ അല്ല അല്ലേ. ബേട്ടി കെ സാത്ത് മാ പിതാ കാ അനന്യ സംബന്ധ് ഹോത്താ ഹെ. അമ്മയച്ഛൻ്റെയും എന്താണ് അനന്യ സംബന്ധം, അതായത് അവരുമായിട്ട് വളരെയധികം അടുപ്പമുണ്ടാകും അല്ലേ. വളരെ ഒരു വിചിത്രമായിട്ടുള്ള ബന്ധമാണ് അമ്മയും അച്ഛനും കുട്ടിയും തമ്മിലുള്ളത്. കന്യാക്കി അപ്നി സ്വതന്ത്രത ഹെ, കുട്ടിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഷാദിക്ക് ബാദ് ഭി ഉസ്കാ ജുഡാവ് അപ്നെ മായ്ക്കെ സെ ബനാ രഹത്താ ഹെ. ആ കുട്ടിക്ക് അപ്പോഴും അല്ലേ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോവുകയാണെങ്കിൽ പോലും
ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും താൻ വളർന്ന് വലുതായ ആ ജീവിതം അല്ല ആ സമയം ഒരിക്കലും ആ കുട്ടി മറക്കത്തില്ല. തൻ്റെ അമ്മയും അച്ഛൻ്റെയും ചേട്ടൻ്റെയും ചേച്ചിമാരുടെയും ഒക്കെ കൂടെ ജീവിച്ച ആ സമയം ആ കുട്ടി ഒരിക്കലും മറക്കത്തില്ല. അതെപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ജുഡാവും, അതിൻ്റെ അടുപ്പം എപ്പോഴും ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്